പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളിതുപോലെ കൺവെൻഷനുകളും ദേവാലയങ്ങളിൽ പ്രത്യേക തരത്തിലുള്ള ഇടവക സംവിധാനങ്ങളിലുള്ള പരിശീലനങ്ങളൊക്കെ വെക്കുമ്പോൾ ഇതെന്തിനു വേണ്ടിയാണ് ഇത്രയും പണം മുടക്കി നമ്മളിങ്ങനെ ചെയ്യുന്നത്? ഇത്രയും പണം മുടക്കി ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്ത് എന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പല ആളുകൾക്കും നമ്മളിങ്ങനെ ഈ സായാഹ്നത്തിൽ ഇത്രയും നേരം ഇങ്ങനെ വന്ന് ഇരിക്കുന്നതിൻ്റെ വില മനസ്സിലാകുന്നില്ല. മഴ പെയ്താലും വെയിൽ തെളിഞ്ഞാലും ത്യാഗം സഹിച്ച് കൊടയെടുത്ത് പൈസ മുടക്കി ഇവിടെ വന്നിരിക്കുന്നു. പിന്നെ ഇതിനുള്ള എക്സ്പെൻസ് എല്ലാം നമ്മൾ തന്നെ കണ്ടെത്തുന്നു. ഇങ്ങനെ വർഷം തോറും നമ്മൾ വെക്കുന്നു, ഇടവകളിൽ ധ്യാനം വെക്കുന്നു, പിന്നെ കുട്ടികൾക്ക് മറ്റ് പ്രോഗ്രാമുകൾ വെക്കുന്നു. ഇതെല്ലാം എന്തിനാണ് എന്ന് ചിലർക്കെങ്കിലും മനസ്സിലൊരു ചിന്തയുണ്ട്. മറ്റുള്ളവർക്ക് ചിന്തയില്ലെങ്കിലും അവർ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മളിതിനെക്കുറിച്ച് ഗൗരവത്തിൽ ഒന്ന് ചിന്തിക്കാൻ പോവുകയാണ്. നമ്മുടെ കർത്താവ് ഇതിനെക്കുറിച്ച് നൽകിയിരിക്കുന്ന ഒരു പ്രബോധനം നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലുണ്ട്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം, അതിൽ 1 മുതൽ മുഴുവനും വായിക്കണ്ട. 6-ാം അധ്യായം 4 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ വായിക്കുന്നത്. 9 വരെ വാക്യങ്ങൾ. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4 തൊട്ട് 9 വരെ വാക്യങ്ങൾ. ആ വാക്യങ്ങൾ എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുണ്ട്. ആ വാക്യങ്ങൾ ഇങ്ങനെയാണ്: ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ദൈവത്തെ, നമ്മുടെ ഈ ഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിളിയാണ് സ്നേഹിക്കാനുള്ള വിളി. ദൈവത്തെ അങ്ങോട്ട് കുറേ നേരം സ്നേഹിക്കണം, സംസാരിക്കണം, സ്പെൻഡ് ചെയ്യണം സമയം, മണിക്കൂറുകൾ ദൈവത്തിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം, ഒറ്റയ്ക്കിരിക്കണം, ഒരു സ്നേഹിതൻ എന്ന പോലെ സംസാരിക്കണം. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രാർത്ഥന എങ്ങനെയായിരുന്നു? ഗിവ് മീ യുവർ കോൺസ്റ്റൻറ്റ് കമ്പാനിയൻഷിപ്പ്. സൈക്കിളിൽ പോകുമ്പം സൈക്കിളിൽ ദൈവം ഇരിക്കണം, എന്നിട്ട് 2 പേരും കൂടെ സംസാരിച്ച് സൈക്കിളിൽ ഓട്ടി പോവുക. പിന്നെ എനിക്ക് 1.25 മണിക്കൂർ എൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് 1.25 മണിക്കൂർ നടക്കണം ചെറുപ്പത്തിൽ. അപ്പോൾ ഈ 1.25 മണിക്കൂർ വിജന പ്രദേശത്ത് കൂടെയായിരുന്നു, ആരുമില്ല കൂട്ടിന്. അപ്പോൾ ഞാനും ദൈവം തമ്മിൽ സംസാരിച്ച് പള്ളിയിലെത്തും. ഹല്ലേലൂയ. കാരണം വഴിയിൽ വേറെ ആരുമില്ലല്ലോ, വേറെ വന്ന് മൊബൈൽ ഫോണും കാര്യങ്ങൾ. ഈ മൊബൈൽ ഫോൺ, ഈ പാട്ടും ആ ഇയർഫോണൊക്കെ വലിയ അതൊക്കെ വലിച്ചു പറിച്ച് കുറച്ച് നേരം ദൈവത്തോട് സംസാരിക്കാൻ വേണ്ടി സമയം കിട്ടട്ടെ, ചെവിക്കൊരു സ്വൈര്യം ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മണിക്കൂറുകൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ അന്ന് പിന്നെ നമ്മൾ പറയുന്ന ഒരു ചെറിയ കാര്യം പോലും ഞാൻ നോക്കാം. അന്ന് നമ്മൾ വഴിയിൽ നടന്നു പോകുന്ന സമയത്തുണ്ടല്ലോ, അന്ന് വഴിയിൽ നടന്നു പോയ സമയത്ത് പറഞ്ഞൊരു ചെറിയ കാര്യം പോലും ദൈവം ഈ 47 വയസ്സിനുള്ളിൽ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. പല വിധത്തിൽ ദൈവം അത് സംഭവിപ്പിച്ചു. ഞാൻ നോക്കുമ്പം നമ്മൾ പറയണ ഓരോ വാക്ക് ദൈവം കുറിച്ചെടുത്ത് വെച്ചതുമാതിരി എനിക്ക് തോന്നുക. അത്രയും നമ്മുടെ വാക്കിന് വില തരുന്ന ഒരാളാണ് ദൈവം. അത് ചെറിയൊരു കുട്ടി, 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ വാക്കിന് എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞ ആരും വില വെക്കാറില്ല. കാരണം 4-ാം ക്ലാസ് അല്ല, എന്നേക്കാൾ വലുത് മൂത്തത് ഞങ്ങൾ 7 പേരാണ് മക്കൾ, ഞാൻ 6-ാമനാണ്. അപ്പോൾ എത്ര പേരുടെ വാക്കുകൾ കഴിഞ്ഞിട്ടാണ് എൻ്റെ വാക്ക് അവിടെ എത്തണത്? അതൊന്നും അവിടെ എത്താറില്ല പല കാര്യങ്ങളിലും. കാരണം ഞാൻ 6-ാമനാണ്. 6-ാമൻ്റെ വാക്കിന് വലിയ ആരും ചോദിക്കാറില്ല അഭിപ്രായം എന്താണെന്നുള്ളത്. മുകളിലുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ എടുത്തു കഴിയുമ്പോൾ തന്നെ കാര്യം പാസ്സാക്കും എന്നുറക്കെ പറഞ്ഞ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പക്ഷേ 4-ാം ക്ലാസ്സിൽ പഠിച്ച ഞാൻ അന്ന് പള്ളിയിൽ പോയ സമയത്ത് ആ നെൽവരമ്പിൻ്റെ ആ നെൽപ്പാടത്തിൻ്റെ വരമ്പിലൂടെയൊക്കെ നടന്നു പോയ സമയത്ത് വെറുതെ ദൈവത്തോട് ഇങ്ങനെ ശൃംഗരിക്കുകയല്ലോ, ദൈവത്തോട് ഇങ്ങനെ സംസാരിച്ചതാണ്. അങ്ങനെ സംസാരിച്ചതല്ല, ദൈവം കുറിച്ച് വെച്ച് നടപ്പാക്കി. അപ്പോൾ ചിന്തിച്ച് നോക്ക്, അത്രയും ദൈവം നമ്മുടെ വാക്കിന് വില തരുന്നുണ്ട്. അപ്പോൾ ഇതറിയുമ്പോഴാണ് നമുക്ക് ദൈവത്തോട് അങ്ങോട്ട് സ്നേഹം കൂടുന്നത്. അപ്പോൾ അത് ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ ഹൃദയത്തോടും മുഴുവൻ ആത്മാവോടും മുഴുവൻ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണം. അത് ആദ്യത്തെ ഭാഗം, അതാണ് കുറച്ച് മുമ്പ് എടുത്തത്. ഇനി 2-ാമത്തെ ഭാഗം, ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. അതും കുറച്ചൊക്കെ മനസ്സിലാവും അല്ലേ, വചനം ഹൃദയത്തിൽ വെക്കണം എന്നുള്ളത്. അതിന് ശേഷമുള്ള വായിച്ചു നോക്കിക്കേ.
വായിക്കുന്നില്ലല്ലോ. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. എങ്ങനെ പഠിപ്പിക്കേണ്ടത്? ജാഗരൂകത എന്ന് പറഞ്ഞാൽ ഒരു ഹാർട്ട് ഓപ്പറേഷൻ നടത്തുന്ന ഒരു ഡോക്ടർ വളരെ ശ്രദ്ധിച്ച് ഓപ്പറേഷൻ ചെയ്യുന്നത് പോലെ, കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കി ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ജാഗരൂകതയോടെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കണം. അടുത്ത വാക്യം, വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും, അതായത് നമ്മൾ വീട്ടിൽ എല്ലാവരും കൂടുന്ന സമയത്ത് വചനം പറയണം. നമ്മൾ കേട്ട വചനങ്ങളെല്ലാം പറയണം. നിങ്ങൾ ഇന്നലെ രാത്രിക്ക് അങ്ങനെ വല്ലവരും പറഞ്ഞോ, വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരിക്കും മേശയ്ക്ക് ചുറ്റും ഇരുന്ന് വചനം പറഞ്ഞു വരുന്ന കൈ ഉയർത്താമോ? ഉയർത്തണ്ട, നാണക്കേട്. കുറച്ച് പേരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ രീതിയിൽ അങ്ങനെ എല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. നമ്മൾ കാറിൽ കയറിയിരുന്ന ഉടനെ വചനം പറയാൻ തുടങ്ങുക, വീട്ടിൽ ചെന്ന് വീട്ടിനുള്ളിൽ കയറിയ ഉടനെ ചറപ്പറാന്ന് വചനം പറയാൻ തുടങ്ങുക. അങ്ങനെ എല്ലാവർക്കും ഒരു പ്രാക്ടീസ് ആയിട്ടില്ല. അതങ്ങനെ ചെയ്യണം, നല്ലതാണ്. അപ്പോൾ വീട്ടിലായിരിക്കുമ്പം നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ വചനം, രാവിലെ വന്ന് എഴുന്നേറ്റ് വന്ന് എല്ലാവരും കണ്ടുമുട്ടി ഉടനെ ചറപ്പറാന്ന് വചനം പറയാൻ തുടങ്ങുക. പ്രിയപ്പെട്ട സഹോദരൻ, വീട്ടിലായിരിക്കുമ്പോൾ തമ്മി വചനം പറയുക. യാത്ര ചെയ്യുമ്പോൾ, കാറിൽ കയറുമ്പോൾ വചനം പറയാൻ തുടങ്ങുക. അതൊക്കെ മനസ്സിലാവും. കിടക്കുമ്പോൾ വചനം പറയുക. ഇപ്പുറത്തെ മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിലേക്ക് ഉറക്കെ വിളിച്ച് പറയും. മത്തായി 18:14. ഇവിടെ കിടക്കുമ്പോൾ, പിന്നെയോ എഴുന്നേൽക്കുമ്പോഴും വചനം പറയണം. രാവിലെ എഴുന്നേറ്റ് കട്ടൻ കാപ്പി എന്നുള്ള, അല്ലെങ്കിൽ പല്ല് കേൾക്കണേ പ്രഷർ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നല്ല, ഉടനെ വചനം പറയുക. യോഹന്നാൻ 10:10 അങ്ങനെ വചനം അങ്ങോട്ട് പറയുക. എഴുന്നേൽക്കുമ്പോൾ ആദ്യം ബ്രഷല്ല അന്വേഷിക്കേണ്ടത്, വചനം പറയുക. എഴുന്നേൽക്കുമ്പോഴും ഞാനിത് വായിച്ചപ്പോൾ പറഞ്ഞു, അതെ ഇത് ഇച്ചിരി അധികം പറ്റാം. എൻ്റെ ധാരണ എങ്ങനെയെന്നറിയോ? അധികമായാൽ അമൃതും. അതുകൊണ്ട് സന്ധ്യാപ്രാർത്ഥന സമയത്ത് ഒരു പാരഗ്രാഫ് വചനം വായിക്കാം. അതല്ലാതെ അതിൽ കൂടുതൽ വല്ലതും ഉണ്ടോ? ഞാൻ കൂടുതൽ ഭക്തിയുള്ളവർക്ക് രാവിലെ ഇച്ചിരി വചനം വായിക്കാം, അതിനുശേഷം ബൈബിൾ അടച്ചു വെക്കുക, ബാക്കി കാര്യമൊക്കെ നന്നായിട്ട് ചെയ്യുക. ഇത് ദോശ ചുടുമ്പോഴും മാവ് കുഴയ്ക്കുമ്പോഴും കോരി ഒഴിക്കുമ്പോഴും ഒക്കെ വചനം പറയണമെന്ന് പറഞ്ഞാൽ എപ്പോഴും വചനം പറയുക. ഞാൻ അടുത്ത വാക്യം വായിച്ചു നോക്കിയേ. അതാണ് എന്നെ ടെൻഷൻ അടിപ്പിച്ചത്. അതാണ് അവ വായിക്കൂ. അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ, ദൈവമേ, കയ്യിൽ അടയാളമായി ധരിക്കുക എന്ന് പറഞ്ഞെന്നറിയോ? കയ്യിൽ ഇതിനെ കെട്ടിക്കൊണ്ട് നടക്കണം. വിരലെ കൂടെ ഒക്കെ വചനം എഴുതി കെട്ടി വെക്കുക. വചനം ലോഹയൊക്കെ ഇട്ടവർക്ക് കൂടുതൽ വചനം എഴുതി വെക്കാം. ഫുള്ള് ചുറ്റോട് ചുറ്റും വചനം. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, ഞാനിവിടെ അങ്ങനെ ഈ വചനം പ്രാക്ടീസ് ചെയ്ത് ഞാനിവിടെ നിൽക്കാമെന്ന് വിചാരിക്കുക. നെറ്റിത്തടത്തിലും വചനം. കഷണ്ടിയുള്ളവർ ഭാഗ്യവാന്മാർ. വലിയ കൂടുതൽ കുറേ വചനങ്ങൾ ഇവിടെ കംപ്ലീറ്റ് വചനം. കണ്ണ് മാത്രമുണ്ട്, ബാക്കിയൊക്കെ വചനങ്ങൾ. ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ നോക്കിയാലും വചനം, ഇങ്ങനെ നോക്കിയാലും വചനം, തിരിഞ്ഞാലും വചനം, സൈഡിൽ വചനം, എല്ലായിടത്തും വചനം എഴുതി വെച്ചിരിക്കുകയാണ്. എന്തായിരിക്കും നിങ്ങളുടെ സ്ഥിതി? ബൈബിൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇത് ഞാൻ പറയണതല്ല, എന്നെതിനെക്കുറിച്ച്. അവ നെറ്റിത്തടത്തിലൊരു പട്ടമായി അങ്ങനെ ഒരു പട്ടമായി അണിയണം. നെറ്റിത്തടത്തിൽ പട്ടമായി അണിയണം. അവ ഇനി അത് കഴിഞ്ഞിട്ടോ, അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടളക്കാളിന്മേലും പടിവാതിലിന്മേലും. കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. മോട്ടോർ സൈക്കിളൊക്കെ തന്നില്ലാത്തതുകൊണ്ട് അത് എഴുതിയില്ല. അല്ലെങ്കിൽ പറഞ്ഞ് മോട്ടോർ സൈക്കിളിൻ്റെ ആ കണ്ണാടി ഒഴിച്ച് ബാക്കി എല്ലായിടത്തും എഴുതി വെക്കുക. കാറിൻ്റെ ആ ഭാഗത്തൊക്കെ എഴുതി വെക്കുക. ഡോറിലൊക്കെ കംപ്ലീറ്റ് വചനം. എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും. ഞാൻ ഈ വചനഭാഗം വായിച്ചിട്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ ഇതെന്തായിരിക്കും ഇത് പരിപാടി? ഇത് ശരിക്കും ദൈവം തന്നെ പറഞ്ഞായിരിക്കുമോ? ദൈവം ഇങ്ങനെയൊക്കെ പറയുമോ? ഇതൊരു അമിതമായൊരു ഇതുപോലെ തോന്നണുണ്ടോ നിങ്ങൾക്ക്? തുറന്ന് പറ. ഇത് ഇച്ചിരി അധികമായി തോന്നണല്ലേ? ഒരു നോർമൽ അല്ലല്ലോ. നിങ്ങളുടെ മക്കൾ ഇതേപോലെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ അനുവദിക്കുമോ? സ്കൂളിൽ പോകുമ്പോൾ ഈ മുടിയുടെ 2 കൊമ്പ് ഇങ്ങനെ താഴ്ത്തി കിടക്കണം, നിറച്ചും വചനം തൂക്കിയിട്ടുണ്ട് പോവുക.
എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാനിത് പലപ്പോഴും ദൈവം ഇതെന്താണ് ദൈവം ഇങ്ങനെയൊക്കെ ഒരു നോർമലായിട്ടുള്ള ലൈഫിനുള്ള കാര്യം പറഞ്ഞു കൊടുത്താൽ പോരെ, ഇതൊക്കെ എങ്ങനെ വ്യാഖ്യാനിക്കും, ഇതൊക്കെ എങ്ങനെ പഠിപ്പിക്കും? അപ്പോൾ ഒരു ദിവസം എൻ്റെ കുറേ കാലം എനിക്ക് മനസ്സിലാകാതിരുന്നു. അപ്പോൾ ഒരു ദിവസം UK നിന്ന് സോജി ഓലിക്കലച്ഛനെ ഞാൻ കണ്ടുമുട്ടി. സോജി ഓലിക്കലച്ഛനൊരു കാര്യം പറഞ്ഞു, അച്ഛാ ഇവിടെ ഒരു അനുഭവം ഉണ്ടായി. നമ്മുടെ മലയാളിയുടെ ഒരു ഷോപ്പിൽ ഒരു ബ്രിട്ടീഷുകാരൻ വന്നു. ആ ബ്രിട്ടീഷുകാരൻ മലയാളിയുടെ ഷോപ്പിൽ ഈശോയുടെ തിരുഹൃദയ രൂപം ഇരിക്കുന്നത് കണ്ടപ്പോൾ ഈ ബ്രിട്ടീഷുകാരൻ അത്ഭുതമായി. ബ്രിട്ടീഷുകാരൻ എത്ര തിരിച്ചു മറിച്ച് നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല. അവസാനം ബ്രിട്ടീഷുകാർ ഈ ചേട്ടൻ്റെ മുഖത്തേക്ക് കുറേ നോക്കി, ഇയാളുടെ അപ്പൻ്റെ ഫോട്ടോ എങ്ങനെയാണോ നോക്കിയിട്ട് ഫേസ് തമ്മിൽ യാതൊരു ഷേപ്പും ഇല്ല. അപ്പോൾ ഉടനെ ഹൂ ഈസ് ദിസ് ഒരു ചോദ്യം. അപ്പം മലയാളി വിചാരിച്ച് തമാശയ്ക്ക് ഈശോയുടെ രൂപം കണ്ട് ആർക്കും മനസ്സിലാകാത്തത്. അതുകൊണ്ട് ഈ ബ്രിട്ടീഷുകാരെന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യാനികളുടെ നാടല്ലേ, അതുകൊണ്ട് തമാശയ്ക്ക് ചോദിക്കുകയായിരിക്കും എന്ന് വിചാരിച്ച് രണ്ടാമത് മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ വീട്ടിൽ ചോദിച്ചു ഹൂ ഈസ് ദിസ്. പ്രിയപ്പെട്ട സഹോദരൻ, മലയാളി അപ്പോഴും മറുപടി പറഞ്ഞു. മലയാളി അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല, അറിയാൻ പാടില്ലെന്നുള്ളത്. നമ്മുടെ ഇവിടുത്തെ ഏത് കൊച്ചു കുഞ്ഞിനെ കാണിച്ചാൽ ഈശോയുടെ രൂപം കണ്ട് അറിയാത്ത കുട്ടികൾ ആരെങ്കിലും ഇതിനകത്തുണ്ടാ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഈ ബ്രിട്ടീഷുകാരന് 45 വയസ്സ്, അറിയാൻ പാടില്ല. ഹൂ ഈസ് ദിസ് എന്ന് 3 തവണ ചോദിച്ചു. അവസാനം ഇങ്ങോട്ട് തന്നെ ഒരു കൺക്ലൂഷൻ, ഒരു ഹൈപ്പോത്തസിസ് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഈസ് ഇറ്റ് യുവർ ബോസ്? അതായത് നമ്മുടെ പാലക്കാടൊക്കെ ആണെങ്കിൽ ഈ കടകളൊക്കെ സ്ഥാപിച്ച പല ഫൗണ്ടർമാരുണ്ടല്ലോ. ഈ ചെട്ടിയങ്ങാടിയിലൊക്കെ പോയാൽ ഏറ്റവും പഴയ സ്ഥാപക ചെട്ടിയുടെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ഈസ് ഇറ്റ് യുവർ ബോസ്? ഈ പടം ഇതൊക്കെ സ്ഥാപിച്ച ഇതിൻ്റെ ഓണറിൻ്റെ ഫോട്ടോ എങ്ങനെയാണോ ഈ വെച്ചിരിക്കണതെന്ന്. എന്താ പറയുക, 40-45 വയസ്സ് ഈ ഭൂമിക്ക് മുകളിൽ ജീവിച്ചിട്ട് ഒരു മനുഷ്യന്, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ കുടുംബത്തിൽ ജനിച്ച ഈ മനുഷ്യന് യേശുവിൻ്റെ രൂപം കണ്ടിട്ട് അത് യേശുവാണെന്ന് അറിയാൻ പാടില്ല. ഹൂ ഈസ് ദിസ്, ഹൂ ഈസ് ദിസ് എന്ന് പറഞ്ഞു നിൽക്കുക. തങ്ങൾക്ക് കിട്ടിയ വിശ്വാസം തങ്ങളുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ പരാജയപ്പെട്ട ഒരപ്പൻ്റെയും അമ്മയുടെയും ബാക്കി പത്രമാണ് നിൽക്കുന്നത്. 45 വയസ്സ് ഭൂമിക്ക് മുകളിൽ ജീവിച്ചതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സോജി അച്ഛൻ്റെ അവിടെ തന്നെ വേറൊരു അനുഭവം പറഞ്ഞു. അതായത് ഒരു കുടുംബം പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ വീടൊന്ന് വെഞ്ചരിക്കണം. ഈ ബാംഗ്ലൂർ വല്ല വെഞ്ചരിപ്പ് ഉണ്ടാണോ? ഫ്ലാറ്റിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വെഞ്ചരിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ മൂത്തവിശാസികളെല്ലാം കൂടി ശരിയായി എടുത്തിട്ടിരിക്കുമ്പോൾ അറിയുമോ എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ ഈ മലയാളി പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ വീടൊന്ന് വെഞ്ചരിക്കണം. അപ്പോൾ അച്ഛൻ പറഞ്ഞ് വെഞ്ചരിക്കാം, പക്ഷെ അത് കുറേ ദൂരെ ആയതുകൊണ്ട് ഞാൻ അവിടെ ഒരു ധ്യാനത്തിന് വരുമ്പം വെഞ്ചരിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. മതി എന്ന് പറഞ്ഞു. അച്ഛന്മാരെ ബുദ്ധിമുട്ടിക്കുന്ന ഇഷ്ടമല്ലാത്തൊരു കുടുംബമാണ്. അച്ഛന്മാരുടെ ആ ഒരു ശുശ്രൂഷേനെ സപ്പോർട്ട് ചെയ്യുന്ന കുടുംബമാണ് ആ കുടുംബം. നല്ല കുടുംബം, മതി എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അച്ഛൻ അവിടെ ധ്യാനത്തിന് ചെന്നപ്പോൾ ഈ കാര്യം ഓർത്ത്, വെഞ്ചിരിപ്പ്. അങ്ങനെ ധ്യാനം 10 മണിയായപ്പോൾ തീർന്നു. പിന്നെ കുറച്ച് പേർ പ്രാർത്ഥന കഴിച്ച് 10-11 പിന്നെ ഇത്തിരി എന്തോ ഫുഡ് ബർഗർ എന്തോ കഴിച്ചപ്പോൾ 11. അവിടെ ഇലയും ചപ്പെല്ലാം കൂടെ കൂടി കഴിക്കുന്ന സമയമുണ്ടല്ലോ, അതെല്ലാം കൂടെ കഴിച്ചപ്പോൾ 10-11 മണിയായി. അങ്ങനെ 12 മണിക്ക് അച്ഛൻ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ -10 ഡിഗ്രി തണുപ്പാന്ന്. -10 എന്ന് പറഞ്ഞാൽ റോഡിലൊക്കെ സ്നോ ഉണ്ടാവും. -10 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കയ്യും കാലെല്ലാം ഇങ്ങനെ പൊതിഞ്ഞിങ്ങനെ കണ്ണ് മാത്രം കാണുന്ന വിധത്തിൽ നടക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ പൊതിഞ്ഞ് കെട്ടി അങ്ങനെ എല്ലാവരും കൂടെ വണ്ടി ഓടിച്ചിങ്ങനെ വിറച്ച് പോകുന്ന സമയത്ത് ഹീറ്റിങ്ങൊക്കെ ഉണ്ടെങ്കിൽ തണുപ്പുണ്ട്. അപ്പം അച്ഛൻ ചോദിച്ചു, ഈ 12 മണിക്കൊക്കെ ഒരു വീട്ടിൽ കയറി വെഞ്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമല്ല. എന്നാലും ശരി, അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വെഞ്ചിരിക്കാം. അവർ ലൈറ്റൊക്കെ ഇട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ വെഞ്ചിരിച്ച് പെട്ടെന്ന് തിരിച്ചു പോകാം. ഇല്ലെങ്കിൽ പോയിട്ട് പിന്നെ ഒരു ദിവസം വന്ന് വെഞ്ചിരിക്കാമെന്ന് വിചാരിച്ച് ഓടിച്ചോടിച്ച് ചെല്ലുന്ന സമയത്ത് ഇവർ ലൈറ്റെല്ലാം ഇട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഉടനെ സൂചിച്ച് വണ്ടി നിർത്തി, വണ്ടി വേഗം ഇത് ഉള്ളിൽ കയറി. അവർ വേഗം വാതിലടച്ച്, ഭയങ്കര തണുപ്പ് സ്നോയ. അപ്പോൾ അതുകൊണ്ട് ഉള്ളിൽ കയറി. അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു, എക്സ്ക്യൂസ് മീ അച്ഛാ, ഒരു കാര്യം ചെയ്യണം, ഒരു 5 മിനിറ്റുകൾ അച്ഛൻ വെയിറ്റ് ചെയ്യണം, ഞങ്ങൾക്ക് ഇച്ചിരി കാര്യം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു. ഇംഗ്ലണ്ടിൽ നമ്മൾ അങ്ങനെ ഒരാളെ കമ്പൽ ചെയ്യുമ്പോൾ ഓക്കെ ഓക്കെ എന്ന് എപ്പോഴും പറയാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്തു. അച്ഛനിങ്ങനെ നിന്നു. അപ്പോൾ ഇവർ പോയിട്ട് കൊന്തയുടെ ലുത്തിനിയെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അച്ഛൻ പറഞ്ഞു, ദൈവമേ, നമ്മുടെ നാട്ടിൽ സന്ധ്യാപ്രാർത്ഥന കേട്ടിട്ടുണ്ട്, പ്രഭാത പ്രാർത്ഥനയുണ്ട്, ഇത് മിഡ് നൈറ്റ് കൊന്ത.
12 മണി കഴിഞ്ഞു, ഇനിയും കൊന്ത തീർന്നിട്ടില്ല. അപ്പം വിചാരിച്ചു അച്ഛൻ വരുന്ന പ്രമാണിച്ച് കാണിക്കാൻ വേണ്ടി കൊന്തയുണ്ടാവും, അതെങ്ങാനും ചെല്ലുകാരി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവരൊക്കെ സ്തുതി കൊടുത്ത് അച്ഛൻ ചോദിച്ചു, അല്ല ഇതെന്താ ഏർപ്പാടാണെന്ന് മനസ്സിലായില്ല, ഈ അർദ്ധരാത്രി കൊന്തതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ സന്ധ്യാപ്രാർത്ഥനയായിരുന്നു എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ പാവപ്പെട്ട കുടുംബം അച്ഛാ, കേരളത്തിലെ ഒരു നല്ല ഗ്രാമത്തിൽ നിന്ന് വന്ന ചേട്ടൻ, കേരളത്തിലെ ഒരു നല്ല ഗ്രാമത്തിൽ നിന്ന് വന്ന ചേച്ചി, രണ്ടും പ്രാർത്ഥനയുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്നതാണ്. രണ്ടും കൂടെ കല്യാണം കഴിച്ച് അങ്ങനെ പ്രാർത്ഥനയുള്ളൊരു കുടുംബം ഉണ്ടായി. അവർ ഈ നാട്ടിൽ നിന്ന് യൂറോപ്പിലേക്ക് പോയപ്പോൾ അവരുടെ ആദ്യത്തെ തീരുമാനം ഇതാ, നമുക്ക് യൂറോപ്പിൽ പോയാലും പ്രാർത്ഥന കൈവിടരുത്. അങ്ങനെ അവിടെ ചെന്ന് വീട് മേടിച്ചു, എല്ലാം ലോണാണ്. അവിടെ ലോണില്ലാത്ത ഏക കാര്യം എന്താ, കുട്ടിക്ക് മാത്രം ലോൺ ഉണ്ടാവില്ല, ബാക്കി എല്ലാത്തിനും ലോണായിരിക്കും. ടി വിക്ക് ലോണ്, വീടിന് ലോണ്, വെള്ളത്തിന് ലോൺ, എല്ലാത്തിനും അടയ്ക്കണം. പൈസ ഇങ്ങനെ അടയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരും പണിയെടുക്കണം, ഭാര്യയും പണിയെടുക്കണം, ഭർത്താവും പണിയെടുക്കണം. ഭാര്യ രാവിലെ 6 മണി തൊട്ട് രാത്രി 6 മണി വരെ 12 മണിക്കൂർ ഡ്യൂട്ടിയൊക്കെ ചെയ്യേണ്ടി വരും. സമ്മതിക്കണം, നമ്മുടെ മലയാളം ഭയങ്കര കഷ്ടപ്പെട്ട് നടുവൊളിഞ്ഞ് പണിയെടുക്കുക. ഭർത്താവും പണിയെടുക്കുക, ഭർത്താവ് പകല് വീട്ടിലിരിക്കും ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഭർത്താവ് വൈകുന്നേരം 6 തൊട്ട് രാത്രി 12 മണി വരെ ഒരു 6 മണിക്ക് ചെറിയ ഡ്യൂട്ടി ചെയ്തിട്ട് ഭർത്താവും തിരിച്ചു വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മെയിൻ ഡ്യൂട്ടി ഭാര്യയുടെയാണ്. അപ്പോൾ ഇവർ പറയാണ്, ഈ ഭർത്താവ് 12 മണി കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ ഈ ഭാര്യയും ഈ മക്കളും 3 പേര് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസാണ്. ഈ യൂണിവേഴ്സിറ്റി UK യൂണിവേഴ്സിറ്റി പഠിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അത്ര എളുപ്പമല്ല വിശ്വാസം നിലനിൽക്കാൻ. എന്ത് വിശ്വാസം ഉണ്ടെങ്കിലും ഈ ഒരു ഹൈസ്കൂളിൽ ചെന്ന് യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ എല്ലാം തവിട് പൊടിയാവും. അങ്ങനെ അത്തയിസ്റ്റായിട്ടായിരിക്കും തിരിച്ചും കണ്ട് കിട്ടുന്നത്. അത്തയിസം കൊടികുത്തി വാഴുന്ന സ്ഥലങ്ങളാണ് അവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ കുട്ടികൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസാണ്. പക്ഷെ എന്നാലും ശരി 12 മണിക്ക് അപ്പൻ വരുന്നത് വരെ ഇവർ കാത്തിരിക്കും. എന്നിട്ട് അപ്പൻ വന്നു കഴിയുമ്പോൾ അപ്പോൾ പെട്ടെന്ന് ഫ്രഷായി കൈയും കാലും കഴുകി മുഖം കഴുകി അപ്പൻ വേഗം ഓടി വരും. എന്നിട്ട് ഈ ഭാര്യ പാവം അതിന് രാവിലെ 6 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം. എന്നാലും ശരി അത് വീട്ടിലെ പണിയെല്ലാം ഈ 6 മണിക്കൂർ കൊണ്ട് തീർക്കും. അപ്പം 12 മണിക്ക് രാത്രി 6 മണിക്ക് വന്നാലും വെറുതെ ഇരിക്കാൻ പറ്റില്ല. പാത്രങ്ങൾ കഴുകണം, ഒരുപാട് ജോലി ചെയ്ത് തുടച്ച് വൃത്തിയാക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ചെയ്ത് അതിന് ശേഷം 12 മണിക്ക് ഇവരെല്ലാവരും കൂടെ കൂടിയിരുന്ന് സന്ധ്യാപ്രാർത്ഥന ചെല്ലും. സന്ധ്യാപ്രാർത്ഥന ചൊല്ലി സ്തുതി കൊടുത്ത് കഞ്ഞി കുടിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് വേഗം കടന്നുറങ്ങും. ഇവർ പറയും, ഇന്ന് വരെ ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന മുടക്കിയിട്ടില്ല. കാരണം രണ്ടുപേർക്കും ഡ്യൂട്ടിയും പല തിരക്കുമൊക്കെ ഉണ്ടെങ്കിലും അവർ പ്ലാൻ ചെയ്ത് പ്രാർത്ഥിച്ച് അവർ ഇവിടുന്ന് പോയപ്പോഴേ പറഞ്ഞതാണ്, എന്ത് നഷ്ടപ്പെട്ടാലും ശരി നമ്മുടെ പ്രാർത്ഥനകൾ, സന്ധ്യാപ്രാർത്ഥന, ഞായറാഴ്ച ആചരണം, ഇതൊന്നും നഷ്ടപ്പെടുത്തരുത്. ഇന്നും അവർ നഷ്ടപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ സൂചിച്ചനോട് ഇവർ പറയുകയാണ്, അച്ഛാ ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ട്. ദൈവം ഞങ്ങളുടെ കാർന്നോന്മാരിൽ നിന്ന് കിട്ടിയതാ അച്ഛാ. നാട്ടിലൊരു പാവപ്പെട്ടൊരു വില്ലേജിലായിരുന്നു. നമ്മൾ മുമ്പേ ആ ഡൽഹിയിലെ ബോംബെയിലെ വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ആ ഒരു നല്ലൊരു വിശ്വാസമുള്ള ചേച്ചി പറഞ്ഞു, കണ്ടോ ഞാൻ കട്ടപ്പനെ വളർന്നതാണ്, അവിടെ ഗ്രാമത്തിലായിരുന്നു, നല്ല അപ്പനും അമ്മേൻ്റെ മക്കളായി വളർന്നതാണ്. എന്നാലും ദൈവം ഇത്രയും ഉയർത്തിയെങ്കിലും ഞാൻ എൻ്റെ കർത്താവിൽ നിന്ന് വിട്ടുപോയിട്ടില്ലെന്ന് പറഞ്ഞു, കണ്ടോ അതേമാതിരിയുള്ള. അതായത് ഇവിടുത്തെ ഒരു ഗ്രാമത്തിൽ വളർന്നു, ഇവിടെ പഠിച്ചു, രണ്ടുപേരും ഗ്രാമത്തിൽ വളർന്നതാണ്. അവരുടെ കാർന്നോന്മാരിൽ നിന്ന് കിട്ടിയ ആ വിശ്വാസം ഇന്നും അവർ കാത്തു സൂക്ഷിക്കുകയാണ്. അതുകൊണ്ട് UK ഒരുപാട് കുടുംബങ്ങളിൽ മക്കൾ തല്ലിപ്പിരിഞ്ഞ് തല തകർന്ന് തരിപ്പണമായിട്ട് നാനാവിധം ഇങ്ങനെ ചളുക്ക പുളുക്ക എന്ന് പറഞ്ഞ് നടക്കുമ്പം ഇവരുടെ കുടുംബം തകരാതെ ഇന്നും കേരളത്തിലെ ഒരു ഗ്രാമത്തിലെ ഒരു കുടുംബം പോലെ ആ അന്തരീക്ഷമാണ് ഇവരുടെ കുടുംബ ബന്ധങ്ങളിലുള്ളത്. ഇതാണ് മാതാപിതാക്കൾക്ക് കാർന്നോന്മാരിൽ നിന്ന് കിട്ടിയ വിശ്വാസം മക്കൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ വിജയിച്ച ഒരപ്പൻ്റെയും അമ്മയുടെയും ബാക്കി പത്രമാണ് ഈ നിൽക്കുന്ന 2 പേര്. അപ്പുറത്ത് ഹൂ ഈസ് ഹൂ എന്ന് ചോദിച്ച് നിൽക്കുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.